നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 995th day. Today, third sloka of Prathama Skandam, 13th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 995 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്രസഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂതശാരദ്വ്രതഭൃതാ. ഓം തത്സത്. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്രസഹാനുജ ധൃതരാഷ്ട്ര യുയുത്സുശ്ച സൂതശാരദ്വ്രതഭൃതാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തദ ബന്ധു ആഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്ര യുയുത്സു ഛ സൂത ശാരദ്വ്രത പൃഥ. അതായത് അർത്ഥം, ബന്ധുവായ അവനെ ആഗതം ദൃഷ്ട വന്നവനായി കണ്ടിട്ട് സഹാനുജ അനുജനോട് കൂടിയ ധർമ്മപുത്ര യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ധൃതരാഷ്ട്രർ യുയുത്സു ധൃതരാഷ്ട്രക്ക് വേശ്യയിൽ ജനിച്ച സന്താനമാണ് യുയുത്സു. സൂത സഞ്ജയനാണ് സൂത എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ശാരദ്വ്രത കൃപാചാര്യർ പൃഥ കുന്തി. ഈ 4 ശ്ലോകങ്ങളിലായിട്ടാണ് ആരൊക്കെയാണ് ആ വിദുരരെ സ്വീകരിക്കുവാൻ വേണ്ടി ആഗതരായത്, എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത് എന്ന് പറയുന്നത്. അടുത്ത 4 ശ്ലോകങ്ങൾ 3, 4, 5, 6 ശ്ലോകങ്ങളിലായിട്ടാണ് അർത്ഥം പൂർത്തിയാവുക. കഴിഞ്ഞ ശ്ലോകത്തിൽ വിദുരർ അവിടെ എത്തിച്ചേർന്നു. മൈത്രേയനിൽ നിന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ട് ഇവിടെ ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്ന വിദുരർക്ക് അവിടെ ലഭിക്കുന്ന സ്വീകരണം, ആരൊക്കെ വിദുരരെ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് തങ്ങളുടെ ബന്ധുവായിട്ടുള്ള, വളരെ കാലമായിട്ട് നാട് വിട്ടുപോയ തങ്ങളുടെ ബന്ധുവായിട്ടുള്ള ആ വിദുരർ വന്നത് കണ്ടിട്ട് ധർമ്മപുത്രർ തൻ്റെ അനുജന്മാരോട് കൂടിയിട്ട് പിന്നീട് ധൃതരാഷ്ട്രർ യുയുത്സു എന്നത് ധൃതരാഷ്ട്രർക്ക് വേശ്യയിലുണ്ടാകുന്ന പുത്രനാണ്. ആ പുത്രൻ മരണപ്പെട്ടിട്ടില്ല ഈ യുദ്ധത്തിൽ. ആ പുത്രനോട് യുയുത്സു പിന്നെ സൂത ച എന്ന് പറഞ്ഞാൽ കൂടി സൂത സഞ്ജയൻ എപ്പോഴും ധൃതരാഷ്ട്രയെ പിരിയാതെ ഉണ്ടായിരുന്നു. സഞ്ജയൻ ശാരദ്വ്രത കൃപാചാര്യയാണ് ശാരദ്വ്രത എന്നിവർ. ശാരദ്വ്രത പൃഥ കുന്തി ഇവരൊക്കെ സ്വീകരിക്കുവാൻ അവിടെ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ വിദുരർ വിദുരർ ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നപ്പോൾ അപ്രകാരം ഇവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അവിടെ ഉണ്ടായി. ഇനിയും കുറേ പേര് പറഞ്ഞിട്ട് എപ്രകാരം സ്വീകരിച്ചു എന്നും പറയുകയാണ് ഈ 4 ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സശ്ച സൂതശാരദ്വ്രതഭൃതാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.